തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സങ്കീർണമെന്ന് പറഞ്ഞാൽ ഇത്ര സങ്കീർണമായ ഒരു വിഷയം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മറ്റൊരു വിഷയമില്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ട രക്തങ്ങളുടെ നിയമങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് വളരെ പ്രയാസം, നല്ലോണം ആലോചിച്ച് ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ വെച്ച് കുറെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ വകയായി ഉണ്ടാക്കി എന്നിട്ട് ഞാൻ പറയുന്നത് ആസ്പദമാക്കി നിങ്ങൾക്കുണ്ടാകുന്നതിന് വിധികൾ കണ്ടെത്താനും എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പറ്റാവുന്ന സമയത്ത് പറ്റുന്നവരോട് പറ്റാവുന്ന രൂപത്തിൽ ചോദിച്ചു മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുന്നു. നമ്മുടെ ഖലീൽ നീരോലി എന്ന ഐഡിയയിൽ നമ്മുടെ ക്ലാസ് റൂമിനെ എപ്പോഴും സജീവമാക്കുന്ന ഒരു ഐഡിയയാണ് ഖലീൽ നീരോലി. അദ്ദേഹം ഇന്നലെ രാത്രി എനിക്ക് വിളിച്ചിട്ട് ഒരു സന്തോഷം അറിയിച്ചു. അദ്ദേഹം സിറാജുൽ ഹുദ ദഅ്വാ കോളേജ് വിദ്യാർത്ഥിയാണ്. അല്ലാഹു ദീനീ രംഗത്ത് പ്രവർത്തിക്കാനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ആരോഗ്യവും ആഫിയത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ മിഞ്ഞാനേറ്റ ഈ ക്ലാസ് കേൾക്കാൻ ഒരുപാട് സഹോദരിമാർ ഒരുമിച്ചുകൂടി. ആ കേട്ട സഹോദരിമാരൊക്കെയും അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത് തീർക്കാൻ എന്തു മാർഗം, ഞങ്ങൾക്ക് മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെയും നമ്മുടെ ഖലീൽ നീരോലിയോട് ചോദിച്ചത്രേ. അദ്ദേഹം പറഞ്ഞു അത് ഏതായാലും KMIC നടക്കൂല. സാന്ദർഭികമായി അങ്ങനെ പലർക്കും ആഗ്രഹമുണ്ട് KMIC മൈക്കെടുക്കാൻ. ഞാനും കരീം ഉസ്താദും ഷൗക്കത്ത് സക്കാഫ് എന്നുള്ള കാലത്തോളം ആരും അതിന് മെനക്കെടണ്ട എന്ന് എല്ലാവരോടും സാന്ദർഭികമായി അറിയിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് എല്ലാരോടും പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾക്കുള്ള സംശയം വിശദമായി ഒരു കടലാസിൽ എഴുതി നമ്മുടെ KMICയിലുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ടവർക്ക് നിങ്ങൾ എത്തിക്കുക. അവർ അത് ഇൻഷാ അല്ലാഹ് വ്യക്തമായി എഴുതി PM-ലൂടെയോ അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പറ്റാവുന്ന മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ അറിയിക്കും. അതുകൊണ്ടുള്ള ഉപകാരം, ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കതിന് ഉത്തരങ്ങൾ പറയുമ്പോൾ ഒരുപാട് വ്യക്തികൾക്ക് അത് ഉപകരിക്കുമല്ലോ ചോദ്യോത്തരങ്ങൾ. ആ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഞാനൊന്ന് ഒറ്റ കാര്യം പറയുള്ളൂ. അത് ചിലപ്പം പല ഉദാഹരണങ്ങളും പറയുമ്പോൾ അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ 20 മിനിറ്റ് ആയേക്കാം. അത് ഒരുപാട് നൂലാമാലകൾ കെട്ടഴിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെയും ശ്രദ്ധിക്കുന്നവരും ഒക്കെ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ ഒരു പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നുകൂടി ഉണർത്തുകയാണ്. ഒരു കാര്യം കൂടി, എനിക്ക് തുടക്കത്തിൽ നമ്മുടെ KMICയിൽ ഇത്തരം മസാലകളൊക്കെയും പറഞ്ഞ ആ ഒരു ആവേശം ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതും ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇതിങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞതല്ലേ എന്നൊരു ഭാവന വരുമ്പോ ഇനി പത്രം മതി എന്നൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കഴിവിന്റെ പരമാവധി ആ ഭാവന ഞാൻ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ പുതിയ ശ്രോതാക്കളെ പരിഗണിക്കണമല്ലോ. ഏതായിരുന്നാലും ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 15 ദിവസത്തിനേക്കാൾ അധികരിച്ച് ഹൈലിൽ നിന്ന് ഏറ്റവും അധികരിച്ച ദിവസമാവുന്ന 15 ദിവസത്തേക്കാൾ അധികരിച്ച് രക്തം പുറപ്പെടുമ്പോഴും പ്രസവ രക്തത്തിൽ നിന്ന് ഏറ്റവും അധികരിച്ച ദിവസമാകുന്ന 60 ദിവസത്തിനേക്കാൾ അധികരിച്ച് രക്തം പുറപ്പെടുമ്പോഴും അങ്ങനത്തെ സഹോദരിമാരെ മഹാന്മാരാകുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ 7 ഇനങ്ങളായി തിരിക്കുന്നു. അത് നമ്മൾ പറഞ്ഞു, പലവരും മനസ്സിലാക്കി വെച്ചു. അൽഹംദുലില്ലാഹ്. ഈ 7 ഇനങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ ഈ 15 ദിവസത്തേക്കാൾ അധികരിച്ചു പുറപ്പെടുന്ന രക്തവും 60 ദിവസത്തിനേക്കാൾ അധികരിച്ചു പുറപ്പെടുന്ന രക്തവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം അഥവാ
ശക്തി കൂടിയ രക്തം ഏത്, ശക്തി കുറഞ്ഞ രക്തം ഏത് എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്ന സ്ത്രീയാണെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ ശക്തി കൂടിയത് ഹൈളും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തുമായി തീരുമാനിച്ച് ശക്തി കൂടിയത് ഹൈലാണെന്ന് വെക്കുമ്പോൾ ആ സമയത്ത് ഹറാമായ കാര്യങ്ങളൊക്കെയും ഉപേക്ഷിച്ച് ജീവിക്കുകയും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്താണെന്ന് വെക്കുമ്പോൾ ഒരു മുസ്ലിമത്തായ സഹോദരി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തും ജീവിക്കണം എന്ന വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്താണ് ഈ ശക്തി കൂടിയത്, എന്താണ് ഈ ശക്തി കുറഞ്ഞത്, ഇത് ആദ്യമായി എല്ലാവരും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇനി വരാൻ പോകുന്നത് വളരെ ലളിതമായ നിലക്ക് അവതരിപ്പിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഇന്ന് എന്താണ് ഈ ശക്തി കൂടിയ രക്തം, എന്താണ് ശക്തി കുറഞ്ഞ രക്തം, അത് എങ്ങനെയാണ് വേർതിരിച്ചു മനസ്സിലാക്കുക എന്ന വിഷയം മാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പ്രത്യേകമായ വിഷയത്തിലുള്ള ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അള്ളാഹു വ്യക്തമായി മനസ്സിലാക്കാനും ആവശ്യമുണ്ടാകുമ്പോൾ ഉപയോഗപ്രദമാക്കുവാനും ആവശ്യമുള്ളവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും അള്ളാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഹൈളു രക്തം 5 നിറത്തിൽ പുറപ്പെടാം. ഈ 5 നിറത്തിൽ പുറപ്പെടാം എന്നൊരു മസ്അല എല്ലാവരും മനസ്സിലാക്കിയാൽ ഒരുപാട് സംശയങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എന്നോട് ചോദിച്ചവരുടെ അനുഭവം ഞാൻ ഈ മസ്അല തിരിയാനും ശ്രദ്ധിക്കാനും വേണ്ടി ആദ്യം പറയട്ടെ. ഒരു സഹോദരി എനിക്ക് വിളിക്കുകയാണ്. സഹോദരി വിളിച്ചു. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി മഹദിയുടെ ഭർത്താവാണ് വിളിച്ചത്. ആ സഹോദരിയുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ഈ ഒരു അവസ്ഥയുള്ള ഏതെങ്കിലും ശ്രോതാക്കളായ സഹോദരിമാർ, അതുപോലെ തന്നെ ശ്രോതാക്കളായ സഹോദരന്മാരുടെ ഭാര്യന്മാർക്കുണ്ടെങ്കിൽ ആ ഒരു ഇഷ്കാലും തീരും. അതായത് ആ ഒരു സഹോദരിയുടെ അവസ്ഥ 4 ദിവസം സാധാരണ ചുവന്ന നിറത്തിലാണ് രക്തം വരാറുള്ളത്. പിന്നീട് 2 ദിവസം മഞ്ഞ നിറത്തിൽ, ലജ്ജ കൂടാതെ പറയണല്ലോ മസ്അല തിരിയാൻ, കോഴിമുതുകയുടെ ഉൾഭാഗത്തുള്ള മഞ്ഞ രൂപത്തിലുള്ള ഒരു മഞ്ഞ നിറം കാണുമല്ലോ. കോഴിമുതുകയുടെ എന്താണ് കരൂൻ, എന്താണ് ഇതിന് പറയാനറിയില്ല, ആ ഒരു മഞ്ഞ, അതേ രൂപത്തിലുള്ള രക്തം, മഞ്ഞ നിറത്തിലുള്ള രക്തം പുറപ്പെടുന്നു. കുറെ കാലമായി ആ സ്ത്രീ വിഷമിക്കുന്ന അല്ലെങ്കിൽ നൂലാമാലയായി കരുതിയിരുന്ന ഒരു കാര്യം. സാധുവായ ഞാനുമായി ബന്ധപ്പെട്ട ഉസ്താദെ, എന്താണ് ഇത് രോഗാണോ അതല്ല വേറെന്തെങ്കിലും ആണോ? ഞാൻ തീർത്തു പറഞ്ഞു, ആ കാണുന്നത് ഹൈലാകുന്നു. നിങ്ങളുടെ ഹൈല് രക്തം 6 ദിവസമാകുന്നു. പക്ഷേ ഹൈലു രക്തം 4 ദിവസം എന്തായി? ചുവപ്പും 2 ദിവസം മഞ്ഞയുമായി. എന്താ ഞാനിത് പറയാൻ കാരണം? ഇങ്ങനത്തെ അനുഭവമുള്ള ഒരുപാട് സഹോദരിമാരുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഇതിപ്പെന്താ, ഇത് ഹൈലാണോ എന്ന് തെറ്റിദ്ധരിച്ച് ചിലപ്പം നിസ്കരിക്കുന്നവരും നിസ്കരിക്കാത്തവരും പെട്ടെന്ന് ഡോക്ടർമാരെ കണ്ട് എന്തൊക്കെയോ ചെയ്യുന്നവരൊക്കെയുമുണ്ട്. ഞാൻ ഡോക്ടർമാരെ കാണണ്ടേന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇസ്ലാമിക നിയമമാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു വിഷയം നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാവാനും ഒരു മഹാന്റെ ചരിത്രം എന്ന നിലക്ക് ഞാൻ KMIC-യിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സാന്ദർഭികമായി ഉണർത്തട്ടെ. ഈ ഹൈള് രക്തത്തിന്റെ നിറങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ
ഒരുപാട് നൂലാമാലകൾ നമുക്ക് കത്തഴിഞ്ഞു പോകുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഞാനത് കിതാബിൽ കണ്ടതല്ല, വിശ്വാസയോഗ്യമായ ഒരു വ്യക്തിയുടെ ലേഖനത്തിൽ നിന്ന് വായിച്ചതാണ്. എവിടെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ചരിത്രം എന്ന് ഞാൻ കിതാബിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് വിശ്വാസയോഗ്യമായ ഒരു വ്യക്തിയുടെ ലേഖനത്തിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. മഹാനായ അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീയുടെ കൈവശം ഒരു ആപ്പിളുണ്ട്. ഈ ആപ്പിൾ മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ കൈവശം കൊടുത്തു. മഹാനായ അബൂ ഹനീഫ ഇമാം ഈ ആപ്പിളിലേക്ക് പല പ്രാവശ്യം തിരിച്ചും മറിച്ചും നോക്കി. എന്നിട്ട് മഹാനായ അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കൈവശമുള്ള ഒരു കത്തിയെടുത്ത് ഈ ആപ്പിൾ 2 കഷ്ണമാക്കി ആപ്പിളിന്റെ ഉൾഭാഗത്തുള്ള വെള്ള നിറം കാണിച്ചു കൊടുത്തു. അത് കണ്ടു സന്തോഷത്തോടു കൂടെ ആ സഹോദരി തിരിച്ചു പോകും ചെയ്തു. ഇവിടെ ഒരു സംസാരങ്ങളൊന്നും നടന്നിട്ടില്ല. എന്താണ് ഇവിടെ നടന്നത് എന്ന് മഹാനുഭാവന്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരാകുന്ന മുതഅല്ലിമീങ്ങൾക്ക് തിരിഞ്ഞില്ല. അവൾ ചോദിച്ചു, എന്തേ ഉസ്താദെ, ആ സഹോദരി ഒരു ആപ്പിൾ തന്നു. ഉസ്താദ് തിരിച്ചും മറിച്ചും നോക്കി ആ ആപ്പിൾ 2 കഷ്ണമാക്കി അതിന്റെ ഉൾഭാഗം ആ സഹോദരിക്ക് കാണിച്ചു കൊടുത്തു. എന്തോ ഒരു സന്തോഷം ലഭിച്ചതുപോലെ സന്തോഷം രേഖപ്പെടുത്തി ആ സഹോദരി തിരിച്ചു പോകും ചെയ്തു. എന്താണ് ഇത് സംഭവം? മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ആ സഹോദരി ഒരു ഹൈളിന്റെ മസ്അലയാണ് ചോദിച്ചത്. ഞാൻ ആ മസ്അലക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും പറഞ്ഞു കൊടുത്തു. അല്ലാഹു നമ്മുടെ ക്ലാസ് റൂമിലുള്ള സഹോദരിമാർക്കൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിയും വിവേകവും കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ കഴിച്ചിലായി. PM ഒന്നും അയക്കാതെ ആപ്പിലയച്ച് ചോദ്യോത്തരങ്ങൾ നടത്താനുള്ള കഴിവുണ്ടെങ്കിൽ ഏതായിരുന്നാലും അല്ലാഹു തആല നല്ല ബുദ്ധി കൂർമ്മത നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ മഹാന്മാരാവുന്ന മുതഅല്ലിമീങ്ങൾ ചോദിച്ചു, എന്താണ് ആ ചോദ്യം? എന്താണ് ഇപ്പൊ ചോദിച്ചതെന്താ? ആ സമയത്ത് അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ആ പെണ്ണിന്റെ ചോദ്യം ശ്രദ്ധിക്കണം. ആ സ്ത്രീക്ക് മഞ്ഞ നിറത്തിലും ചുവന്ന നിറത്തിലും മെൻസസ് പീരിയഡിൽ രക്തം കാണുന്നു. 2 രക്തമാണോ ഹൈളാണോ, അതല്ല ഇതിൽ നിന്ന് ഏതെങ്കിലും 1 മാത്രമാണോ ഹൈള്? ഇതാണ് എന്നോട് ചോദിച്ചത്. നോക്കൂ നിങ്ങൾ ആ സഹോദരി തന്ന ആപ്പിളിലേക്ക് നോക്കൂ. ഈ ആപ്പിളിന്റെ ഒരു ഭാഗം മഞ്ഞയാണ്, ഒരു ഭാഗം ചുവപ്പാണ്. ഈ 2 നിറത്തിലും ഈ സഹോദരിക്ക് മെൻസസ് പീരിയഡിൽ ആർത്തവ സമയത്ത് രക്തം കാണുന്നുണ്ട്. ഇത് 2 ഹൈളാണോ, ഏതെങ്കിലും 1 രക്തം മാത്രമാണോ ഹൈള്? ഇതാണ് ആ സഹോദരി എന്നോട് ചോദിച്ചത്. ഞാൻ അത് 2 ഹൈളാണ്, അഥവാ ഈ 2 രക്തത്തിൽ നിന്നും പൂർണ്ണമായും നിന്റെ ഗുഹ്യസ്ഥാനം ഈ ആപ്പിളിന്റെ ഉൾഭാഗം വെളുത്തതുപോലെ പരിപൂർണമായും രക്തത്തിൽ നിന്ന് ആയാൽ മാത്രമേ മെൻസസ് പീരിയഡ് അവസാനിച്ചതായി പരിഗണിക്കുകയുള്ളൂ എന്ന് ഞാൻ അതിന് മറുപടിയും കൊടുത്തു. നോക്കി നിങ്ങൾ, എന്താണ് ഇപ്പൊ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ ഹൈളു രക്തം മഞ്ഞ നിറത്തിൽ വരാം. എന്നാൽ ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ പ്രകാരം 5 നിറത്തിൽ ഹൈളു രക്തം പുറപ്പെടാം. എല്ലാം ശ്രദ്ധിക്കണം. എല്ലാ മാസവും സാധാ ചുവന്ന നിറത്തിൽ രക്തം വരുന്ന ഒരു സഹോദരി